നമുക്കൊരു തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് എടുക്കുന്നതും താഴെ എടുക്കുന്നതും ഒരുപോലെയാണ്. ഒരു കളർ മാറ്റ് നമുക്ക് തൽക്കാലം അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ എടുക്കുമ്പം ആ ഒരു കളർ മാറ്റ് റൈറ്റ് ക്ലിക്ക് ന്യൂ, മുകളിൽ എടുത്താലും ഇവിടെ നിന്ന് എടുത്താലും സെയിം തന്നെ. ഒരു കളർ മാറ്റ് എടുക്കുക, ഓക്കെ കൊടുക്കുക. ഏതാണ് കളർ മാറ്റ്? ആ കളർ മാറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് എടുക്കാം. ഫയൽ ന്യൂ, അതിൻ്റെ അകത്തുനിന്നും നമുക്ക് കളർ മാറ്റ് എടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് കളർ മാറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിന് എഡിറ്റ് ചെയ്യാം. കണ്ടോ, എഡിറ്റ് ചെയ്യാം. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ക്രോപ്പ് ചെയ്യണോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്രോപ്പ്, ഒരു വീഡിയോ നമ്മൾ എപ്പോഴും ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ ഇല്ലേ? ഒരു വീഡിയോ നമുക്ക് എപ്പോഴും ക്രോപ്പ് ചെയ്യണം. അപ്പോൾ ക്രോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എഫക്ട്സിൻ്റെ അകത്ത് ഇവിടെ എഫക്ട്സ് ഉണ്ട്. എഫക്ട്സിൻ്റെ അകത്ത് ക്രോപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്രോപ്പ്. അപ്പം ഇത് ആക്ച്വലി ഇതെന്താണ്? ഇത് ബേസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പം ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് നമുക്ക് റാമ്പ് ഇട്ടതിന് ശേഷം ക്രോപ്പ് ചെയ്യാം. റാമ്പ് ഇട്ടു, റാമ്പിനെ ഞാൻ വലിച്ച് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ടു. എന്നിട്ട് നമുക്ക് കളറ്, ഈ ഒരു കളർ തന്നെ പിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേറൊരു കളറും പിക്ക് ചെയ്യാം. എന്നിട്ട് റാമ്പ് നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് സ്വല്പം കൂടെ ഒരു ബ്രൈറ്റർ കളറാക്കി. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇത് കൊടുക്കണം. ഏതിന്? ഒരു ക്രോപ്പ് കൊടുക്കണം ഇതിൻ്റെ അകത്ത്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ ക്രോപ്പ് എന്നടിച്ചേ. ക്രോപ്പ് അടിച്ചിട്ട് ഇതിൽ ഡയറക്റ്റായിട്ട് ക്രോപ്പ് ഇടുന്നതിനെക്കാട്ടി നല്ലത് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ അകത്ത് ക്രോപ്പ് ഇടുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഇതിലോട്ട് പോയിട്ട് ഈ എഫക്ട്സ് കൺട്രോളിൻ്റെ അകത്ത് നിൽക്കുകയാണ്. പ്രൊജക്റ്റിലോട്ട് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ബിൻ, അതേപോലെ ന്യൂ ഐറ്റം. അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉണ്ട്. എവിടെയാണ്? ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഐറ്റം. അതിൻ്റെ അകത്ത് എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ. അതാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിനെ മാറ്റിക്കളയാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എഫക്ട്സിൻ്റെ അകത്ത് ക്രോപ്പ്, CROP, ക്രോപ്പ്. അപ്പോൾ ഈ ക്രോപ്പിന് ഞാൻ വലിച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പല ടൈപ്പ് ഓഫ് ക്രോപ്സ് ഉണ്ട്. ലെഫ്റ്റ് ക്രോപ്പ് ചെയ്യാം എനിക്ക്, കണ്ടോ? അതേപോലെ എനിക്ക് ടോപ്പ് ക്രോപ്പ് ചെയ്യാം, അതേപോലെ ബോട്ടം ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഏതാണ് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടത് അത് ക്രോപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വരയ്ക്കാം. നമുക്കിങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് പിന്നെ അതിപ്പോൾ മാസ്ക് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ക്രോപ്പിൻ്റെ അകത്ത മാസ്ക് ആയിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ അകത്ത് പിന്നെ മാസ്കിൻ്റെ ആവശ്യം നമുക്കില്ല. ജസ്റ്റ് ക്രോപ്പ് ഇനഫാണ്. അപ്പോൾ ഈ ക്രോപ്പ് ഇങ്ങനെ ഇട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ അനിമേറ്റും ചെയ്യാം. ഇങ്ങനെ അനിമേറ്റും ചെയ്യാം. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രോപ്പില്ലേ, ഇതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഈ ക്രോപ്പ് ഇട്ടിരിക്കുന്നത്. ഏതിൻ്റെ മുകളിലാണ്? ഈ ഒരു കളറിൻ്റെ മുകളിലാണ് ഞാനൊരു ക്രോപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാൻ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇതിനെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ അടിയിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് അനിമേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഏതാണ്? അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ അകത്ത് ക്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് അത് മാഞ്ഞു പോകും. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ക്രോപ്പ് ഇടാം. ക്രോപ്പ് ഇട്ടിട്ട് ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ എന്ത് പറ്റുന്നു? സംഭവം ക്രോപ്പ് ആവുന്നു. നമുക്ക് 2 കളറാണെങ്കിലേ ക്രോപ്പ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ട് റാമ്പിൻ്റെ അകത്ത് ഞാൻ വേറൊരു കളർ മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രോപ്പ് ഉണ്ട്. മുകളിലാണ് ക്രോപ്പ്. ഓക്കെ, ക്രോപ്പിൽ സെലക്ട് ചെയ്യുക, ഒന്ന് ലെഫ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ മനസ്സിലായോ? അപ്പം നേരത്തെ ബ്ലാക്ക് ആയിരിക്കും അതിൻ്റെ അടിയിൽ കിടക്കുന്നത്. അപ്പം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോപ്പിനെ അനിമേറ്റ് ചെയ്ത് വിടാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ലെഫ്റ്റ് ക്രോപ്പ് ഒന്ന് അനിമേറ്റ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ എഫക്ട്സിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ക്രോപ്പിനെ നമുക്ക് ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്ത് വിടാം. ഓക്കെ, മൂവ് ചെയ്ത് വിടുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലേ ആവും. കണ്ടോ, ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമുക്ക് സ്വല്പം ഒന്ന് ഫാസ്റ്റ് ആക്കാം. അതിന് വേണ്ടി എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക്, ഈസി ഇൻ, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിങ്ങനെ ഇരിക്കും, വലിച്ചങ്ങ് മൂവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് നോക്കിയേ, കണ്ടോ, ഇങ്ങനെ പോകും. തിരിച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നാലും തിരിച്ചാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ടാക്കി കൊടുക്കുക. ഇവിടെ എന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്ത് നോക്കാം നമുക്ക്. കണ്ടോ, അപ്പോൾ തിരിഞ്ഞ് അവിടെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെയൊക്കെ പോകും. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ താഴെ മുകളിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഷോട്ടാണ്. ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇതിനെ അങ്ങ് ക്രോപ്പ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ പോയി. ഓക്കെ, ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 2 ഇമേജും തമ്മിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ അകത്ത് ബ്ലെൻഡിങ് ഓപ്ഷൻ ഉണ്ട്. എന്താണ് ബ്ലെൻഡിങ് ഓപ്ഷൻ? നോർമൽ മാറ്റിയിട്ട് നമുക്ക് അതിനൊന്ന് സ്ക്രീനാക്കി നോക്കാം.
അത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഇതിപ്പം ട്രാൻസ്പാരൻസി അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണാൻ പറ്റത്തില്ല. കണ്ടോ, നോർമൽ തന്നെ ഇരുന്നാലും നമുക്ക് ഇതിൻ്റെ പകുതിയാക്കാം. പകുതിയാക്കിയിട്ട് വീണ്ടും നമുക്ക് കണ്ടോ, പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. നോക്കിയേ, സോഫ്റ്റ് ലൈറ്റ്. ഇപ്പോൾ ഇനി പ്ലേ ചെയ്ത് നോക്കിയേ, കണ്ടോ, ആ കളറിൽ നിന്ന് അതേ കളറിലോട്ട് പോകണ കണക്ക് കിട്ടും. അതേതാണ് സോഫ്റ്റ് ലൈറ്റ്. മനസ്സിലായ സംഭവം. ഇപ്പം നോർമലിലാണെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ പോകുന്നതായിട്ടായിരിക്കും കാണുന്നത്. മനസ്സിലായ? പക്ഷെ ബാക്കിലെ കളറിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലെ കളർ മാറും. സോറി, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിലെ കളറിൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളറിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഏതാണ് നമുക്ക് മാറ്റേണ്ടത്, ആ രീതിയിൽ നമുക്ക് കളർ ഡോജ് ആണോ, ഒപ്പാസിറ്റി കുറയ്ക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. മുകളിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. കണ്ടോ? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോർമലും ഡാർക്കണും സ്ക്രീനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആ സെയിം കളർ തന്നെ നമുക്ക് കിട്ടും. അതിൽ തന്നെ മൂവ് ചെയ്ത് പോകുന്ന ഒരു സംഭവം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നോർമലാക്കി ഇനി ഒന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ക്രോപ്പിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടല്ലേ കാണുന്നത്, ഒരു സുഖമില്ലേ ഇത് കാണാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മളൊരു ഫെദറിനെ പിടിച്ച് എഡ്ജ് ഫെദർ കൊടുക്കുക. കണ്ടോ, ഇത് കണ്ടോ, ഇനി പ്ലേ ചെയ്ത് നോക്കിയേ, സ്മൂത്തായില്ലേ? അപ്പോൾ അത് എത്രത്തോളം സ്മൂത്ത് ആവണം, ഇവിടെ നിന്ന് ഇങ്ങനെ ഫെദർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡ്ജ് ഫെദറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സ്വല്പം മൂവ് ചെയ്തിട്ട് ഫെദർ നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് ഇങ്ങനെ ആയി കൊടുക്കാം. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇനി സ്വല്പം കൂടെ അതിൻ്റെ ഇടയിൽ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ നമുക്ക് മൂവ് ചെയ്ത് വെച്ച് കൊടുത്താലും കുഴപ്പമില്ലതാ. മനസ്സിലായോ? ഓക്കെ, അപ്പം ക്രോപ്പ് മാത്രമാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ല. ആ ക്രോപ്പിൻ്റെ അകത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടിട്ടില്ല. ഇനി അടുത്ത നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോപ്പ് രണ്ടെണ്ണം വെച്ചിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ഞാൻ ടെക്സ്റ്റിൽ ഇതാ ഇങ്ങനെ ഡ്രാഗ് ചെയ്തേ, എന്നിട്ട് ഞാനിപ്പം പറഞ്ഞു കൊടുക്കുകയാണ് ക്രോപ്പ് നമുക്ക് ക്യാപ്സിലടിക്കാം. ക്രോപ്പ് ഓക്കെ, ക്രോപ്പ് എന്ന് ഞാൻ അടിച്ചു. ആ ക്രോപ്പിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചു. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലും കാര്യങ്ങളിലും എല്ലാം മാറ്റാം. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിൻ്റെ അകത്തൊരു ക്രോപ്പ് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രോപ്പ് എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഞാനിതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടി മാറ്റിക്കഴിഞ്ഞാൽ വിൻഡോ വർക്ക് സ്പേസിൻ്റെ അകത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാപ്ഷൻ ആൻഡ് ഗ്രാഫിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിക്സിലോട്ട് കയറി പോവാം. അപ്പം നമുക്കതായത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫോണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇതെവിടെ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അതേപോലെ നമുക്ക് അതിൻ്റെ ബോൾഡ് ആക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതേപോലെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോണ്ടിലാക്കാം. ഓക്കെ, ഞാനിപ്പം ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു ഇതും കൊടുത്തേ. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏതിലാ, നമ്മളെ ടെക്സ്റ്റ് ലെയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, ഈ ക്രോപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ലെയറിലാണ്. വീണ്ടും ഞാൻ തിരിച്ച് വന്നിട്ട് വർക്ക് സ്പേസിൻ്റെ അകത്ത് ഓൾ പാനൽ എടുത്തിട്ട് നമുക്ക് വീണ്ടും എഡിറ്റിങ്ങിലോട്ട് അങ്ങ് പോവാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എപ്പോൾ വേണം സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ക്രോപ്പിൻ്റെ ഇതെവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്രോപ്പിൻ്റെ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രാഫിക്സ് അല്ലേ, ഈ ഒരു ഗ്രാഫിക്സ്. അപ്പോൾ ഇതിനെ കണ്ടോ, ഇതിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ, മൊത്തത്തിൽ. അപ്പോൾ നമ്മളിത് മൊത്തം തപ്പ് ഇത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ആക്ച്വലി ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ അത് തൊട്ട് ഇവിടെ കിടക്കും. ഏതാണ് അതിൻ്റെ തൊട്ട് താഴെ, ഗ്രാഫിക്സ് ആണ് അതിൻ്റെ തൊട്ട് താഴെ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സ്വല്പം സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് ചെറുതാക്കിയോ വലുതാക്കിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രോപ്പിൽ നമ്മളൊരു ക്രോപ്പ് എഫക്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു ക്രോപ്പ് എഫക്റ്റിൽ കൊടുത്തിട്ട് ഈ ക്രോപ്പിൻ്റെ മുകളിലാണ് ഇവിടെ ക്ലിക്ക് ചെയ്താലേ അത് കാണിക്കുകയുള്ളൂ. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, ഏത് രീതിയിലാണ് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടോ. അപ്പം മാസ്കിങ്ങിന് പകരം നമുക്ക് ക്രോപ്പ് ചെയ്യാം. ടോപ്പ് ആണെങ്കിൽ ടോപ്പ്, ബോട്ടം ആണെങ്കിൽ ബോട്ടം. അപ്പോൾ ഏത് രീതിയിലാണെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്കതിനെ ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. ലെഫ്റ്റിൽ നിന്ന് ക്രോപ്പ് ചെയ്യാം. സോ ഒരു കീ ഇടുന്നു, വീണ്ടും മൂവ് ചെയ്യുന്നു, ജസ്റ്റ് ഇതിനെ അങ്ങ് ക്രോപ്പ് ചെയ്ത് കളയുക. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെയാണ് മൂവ് ചെയ്തപ്പോൾ ഇങ്ങനെ ക്രോപ്പായി. തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക അല്ലേ. തിരിച്ചിട്ട് എടുത്തപ്പോഴേക്ക് ഇപ്പോൾ നോക്കിയേ ഇങ്ങനെ വരുന്ന ഒരു ഫീല് കിട്ടും. എന്നിട്ട് വീണ്ടും ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈസി ഇൻ. ഓക്കെ, എന്നിട്ട് ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത്
ഞാൻ ഇതിനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ഇതാ ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ കുറച്ചുകൂടെ ഇതായി. തിരിച്ചാണെങ്കിൽ തിരിച്ച്, ഇല്ല അത് നോർമലി മതി എന്നുണ്ടെങ്കിൽ നോർമലി. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, എല്ലാം കൂടെ ഒരുമിച്ചാണ് പ്ലേ ആവുന്നത്, കാണാൻ ഒരു സുഖമില്ല. അപ്പോൾ ഇതിനെ നമ്മൾ പിടിച്ച് ഓഫ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഓഫ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഈ ഒരു അനിമേഷൻ കഴിഞ്ഞിട്ട് അടുത്ത അനിമേഷൻ വരും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിനെന്ത് ചെയ്യുക, ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുക, കാരണം ഇത് കാണണ്ടേ, അല്ലെങ്കിൽ അത് വൃത്തികേടായിപ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്ന ഉടനെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ക്രോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം വെച്ച് കൊടുക്കുക. മനസ്സിലായ സംഭവം? ഇനി ഈ ക്രോപ്പിനെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, വീണ്ടും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും ഒരു ക്രോപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ക്രോപ്പ് എടുത്തിട്ട് ഈ ക്രോപ്പിൻ്റെ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ ക്രോപ്പ് അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, പക്ഷേ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യണം. ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ആ ക്രോപ്പ് വീണ്ടും വന്നേ ഉണ്ടോ. അപ്പം നമുക്ക് ആ ക്രോപ്പിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് ഇതിനെടുത്ത് ഇവിടെയും ഇതിനെടുത്ത് ഇവിടെയും. ഇനി നോക്കിയേ, ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അളവിൽ വേണോ അത്ര അളവിൽ പോകും. കണ്ടോ, ഇങ്ങനെ വന്നു. അത് അപ്പോഴത്തേക്ക് അത്രയും വേസ്റ്റ് അല്ലേ, അത്ര ഏരിയ വേസ്റ്റ് അല്ലേ, വേസ്റ്റാണ് അത്ര ഏരിയ. ഓഡിയൻസിന് വെറുതെ ബോർ അടിപ്പിക്കുന്ന എന്തിനാ, സി അടിക്കുക, അവിടെ കട്ട് ചെയ്യുക. അനിമേഷനുള്ള ഭാഗം മാത്രം മതി, ഡിലീറ്റ്, ഡ്രാഗ് ഇവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ അതുപോലെ തന്നെ. കണ്ടോ, കുറച്ച് സമയം, പക്ഷെ അത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അത്ര ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, പിടികിട്ടിയോ? അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു അനിമേഷൻ ഉണ്ടല്ലോ, ഈ ഒരു അനിമേഷനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് എവിടെ വേണോ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ രണ്ടും കൂടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, നെസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെസ്റ്റ് ചെയ്തിട്ട് BG എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് നെസ്റ്റായി. ഞാൻ അതിനെ മൂവ് ചെയ്തിട്ട് കഴിയുമ്പോൾ എനിക്കിത് ഇവിടെ നിന്ന് എവിടെ വരെ അനിമേഷൻ ഉണ്ട്, ഇത്രയല്ലേ ഉള്ളൂ. സി അടിക്കുക, ഇവിടെ നിന്നും കട്ട് ചെയ്ത് കളയുക. അനാവശ്യമായിട്ടുള്ള ഏരിയ നമുക്ക് കാണണ്ടല്ലോ. മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ. അപ്പോൾ ഒരു പോർഷൻ നമുക്ക് ഇത്രയും ഇരുന്നോട്ടെ, കുഴപ്പമില്ല, കാരണം അത് നമ്മുടെ രജിസ്ട്രേഷനാണ്. സി അടിക്കുക, അവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു. വീണ്ടും ഞാനിതിനെ മൂവ് ചെയ്തിട്ട് ഇത്രയും ഭാഗമുണ്ട്, സ്വല്പം കൂടെ കട്ട് ചെയ്യാം. ഞാനിതിന് സ്വല്പം കൂടെ, ഓക്കെ, ഇത്രയും മതിയേ. ഇവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് വീണ്ടും അതിനെ ഇത് കഴിയുന്ന സമയത്ത് ഇത് വന്നു. അപ്പോൾ ക്രോപ്പും വന്നു അല്ലേ. അപ്പോൾ ക്രോപ്പ് ഇത് വന്നു, ക്രോപ്പ് വന്നു. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ ഒരു ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് അതെവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അവിടെ വെച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. 1 2 ഇവിടെ വെച്ചിട്ടേ ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂവ് ചെയ്തങ്ങ് വെച്ച് കൊടുക്കുക. ഇനി നോക്കിയേ, ഇങ്ങനെയായി. മനസ്സിലായ സംഭവം? അല്ല വീണ്ടും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ നിന്ന് നമുക്കതിനെ എടുത്ത് കളയാം. അപ്പം ഇത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കണമെങ്കിൽ എഫക്റ്റ് കൊടുക്കാം. ഞാൻ ഏറ്റവും കുറച്ചിട്ടിരിക്കുകയാണ്, പ്ലേ ബാക്ക് ഫുള്ളാക്കി കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് സംഭവം കിട്ടുള്ളൂ. ഇനി നോക്കിയേ ഉണ്ടോ. അപ്പോൾ നമുക്ക് എന്താണ്, മോശം ഗ്രാഫിക്സ് ഇതിൻ്റെ അകത്ത് ചെയ്യാം. സ്പീഡ് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് വീണ്ടും നെസ്റ്റ് ചെയ്യാം. കണ്ടോ, ഈ ടോപ്പിലത്തെ തന്നെ വേണമെങ്കിൽ നമുക്ക് നെസ്റ്റ് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, എന്താണ് നെസ്റ്റ്. ഓക്കെ എടുത്ത് കഴിയുമ്പം ഇത് കംപ്ലീറ്റ് നെസ്റ്റായി. ഇനി ഇതിനെ നമുക്ക് സ്കെയിൽ ചെയ്യാമല്ലോ. അപ്പം ഇതിനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അത് സ്കെയിൽ ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്യുന്നു, മൂവ് ചെയ്ത് കൊടുക്കുന്നു. അത്രയും ഗ്യാപ്പ് ഇത്രയും ഉണ്ട്, കുഴപ്പമില്ല. ജസ്റ്റ് നമുക്കൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വീണ്ടും നമുക്ക് ചെയ്യാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആ ഒരു നെസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് ബാക്കി എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് നമുക്ക് മൂവ് ചെയ്ത് പോവാം. അപ്പോൾ അതായത് ഒരു സംഭവത്തിൽ നിന്നും വേറൊരു സ്ക്രീനിലേക്ക് കയറുക എന്നുള്ളൊരു സംഭവമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു സീൻ ഇങ്ങനെ വന്നിട്ട് പോയി, അടുത്ത സീൻ വന്നു, അടുത്ത കളർ വന്നു, അത് മാറി, ആ രീതിയിലുള്ള ചെറിയ മോഷൻ ഗ്രാഫിക്സ് നമുക്ക് ഇതിൻ്റെ അത് ചെയ്യാം. ഓക്കെ, മെയിൻലി നമ്മൾ ക്രോപ്പ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനല്ല. മെയിൻലി നമ്മൾ ക്രോപ്പ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഇതിൻ്റെ അകത്ത് ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ സെലക്ട് ചെയ്യുക, എഫക്ട്സിൻ്റെ അകത്ത് ക്രോപ്പ് വലിച്ച് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ടോപ്പും ക്രോപ്പ് ചെയ്യാറുണ്ട് നമ്മളില്ലേ. ബോട്ടവും ടോപ്പ് നമ്മൾ ക്രോപ്പ് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന. കണ്ടോ, ഈ ഒരു ക്രോപ്പ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഒരു അനിമേഷനും ഇല്ല, നമ്മൾ ഈ ചെയ്ത കണ്ടന്റ് മുകളിലും താഴെയും ക്രോപ്പ് ചെയ്യുമല്ലോ. 70mm
അങ്ങനെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് ക്രോപ്പ് ചെയ്യുമല്ലോ, അതിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് അതിനനുസൃതമായിട്ട് ക്രോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വരച്ച് ക്രോപ്പ് ചെയ്യുക, മാസ്ക് പോലെ വരച്ചിട്ട് ക്രോപ്പ് ചെയ്യാം. ഈ ക്രോപ്പ് വർക്ക് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടേ, വേണമെങ്കിൽ ഇത് ഇതിൻ്റെ അകത്ത് ഇതുണ്ട്, ഇങ്ങനെ വരച്ച് ക്രോപ്പ് ചെയ്യാം. കണ്ടോ? അപ്പോൾ നമുക്ക് അളവൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്ത്, കണ്ടോ, ഇവിടെ വെച്ചിട്ടിട്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാമല്ലോ. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യുക. ഇതാണ് ഷേപ്പ് ലെയർ. ഇതിൻ്റെ അകത്ത് ഫില്ലിന് മാറ്റി ഞാൻ ഇതിൻ്റെ അകത്ത് കളർ കൊടുത്തു, ബ്ലാക്ക്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് Ctrl+C, അല്ലെങ്കിൽ ഇവിടെ വലിച്ചിട്ടാലും മതി, അതായിരിക്കും ഏറ്റവും നല്ലത്. വലിച്ചിടുക. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്തു, ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടിട്ടു. സെയിം. പക്ഷേ ഇത് മെനക്കേടാണ്. ക്രോപ്പ് ചെയ്യുന്നതിന് പെട്ടെന്ന് നമുക്ക് നടക്കും. ഇതെന്ന് പറഞ്ഞാൽ ഓരോരോ ലെയറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ഇത് രണ്ടും ചെയ്താലും കുഴപ്പമില്ല. രണ്ടും സെയിം ആണ്. മനസ്സിലായി? എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടും സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ക്രോപ്പിൽ വരയ്ക്കണം. അപ്പോൾ ക്രോപ്പ് വെച്ചിട്ടൊരു മോഷൻ ഗ്രാഫിക്സ് പോലെ ഒരു സംഭവം നമുക്ക് ചെയ്യാം. അതായത് ഒരു 10 ടെക്സ്റ്റ് ഫിക്സ് ചെയ്യുക. 10 ടെക്സ്റ്റ് ആദ്യം ഒരെണ്ണം വരും, ഒരു ടെക്സ്റ്റ് വരും, ആ ടെക്സ്റ്റ് ഹൈഡായി പോകും. എന്നിട്ട് അടുത്ത വരും, ഒരു ടെക്സ്റ്റ് വരും, അത് ഹൈഡായി പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ലൊരു വേർഡിങ് ഉള്ളൊരു സംഭവം. ഇപ്പോൾ ഈ 24 ന്യൂസിൻ്റെ അതൊക്കെ സ്പീഡിൽ ഇങ്ങനെ പോകണം, കണ്ടിട്ടില്ല? ഇങ്ങനെ ഒരു സാധനം വന്നത് പോയി, അടുത്ത വന്നു അത് പോയി, അടുത്ത വന്നു അത് പോയി. അപ്പോൾ നമുക്കത് ആക്ച്വലി ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യാം, കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാം. പക്ഷേ പ്രീമിയറിൽ ചെയ്യാൻ പറ്റുകയൊന്നുമില്ല. ക്രോപ്പ് എന്ന് പറഞ്ഞ ഒറ്റ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം.